ചൂടാമണി മള്ളിയൂർ തിരുമേനിയെ സന്ദർഭത്തിൽ സ്മരിക്കുകയാണ്. ഗുരുജിയെ ആദരപൂർവ്വം കയ്യടിയോടുകൂടി ഇവിടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഓം ചൈതന്യരൂപം അമൃതസ്വരൂപം സകലാനുഗ്രഹ ഭാഗവതം മനുഷ്യരൂപേഷ കൃഷ്ണസ്വരൂപം നമാമി. മള്ളിയൂർ വാഴൻ പുണ്യ തിരുമേനി പാദം. ഓം ഗം ഗണപതേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ഹ്രീം നമഃ ശിവായ. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ഡായ നമഃ. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിനടുത്ത് ബ്രഹ്മമംഗലം കുരിയേരി ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്ന ഈ സായം സന്ധ്യയ്ക്ക് ഒരു വലിയ മഹത്വമുണ്ട്. ഇന്ന് പ്രദോഷമാണ്. പ്രദോഷം സന്ധ്യാസമയം 6 മുതൽ 9 വരെയുള്ള ഒരു യാമം മഹാദേവൻ്റെ, അതും പാർവതി ദേവിയോടൊപ്പമുള്ള മഹാദേവൻ്റെ മുറ്റത്തിരിക്കാൻ സൗഭാഗ്യം ലഭിക്കണമെങ്കിൽ പുണ്യം ചെയ്യണം. ഭാഗ്യമുള്ളവർക്ക്, പുണ്യം ചെയ്തവർക്ക് ഐശ്വര്യം പകരാനാണ് ഇങ്ങനെ ഒരു ചടങ്ങ് ഉമാ മഹേശ്വര ദേവതകൾ കൽപ്പിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ PK വേണുഗോപാലൻ, സെക്രട്ടറി ശ്രീ ബാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ശ്രീ ദിനേശൻ കൊല്ലംപറമ്പിൽ, ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ ധനേഷ് വിളക്കിത്തറ, രക്ഷാധികാരി MR മണി, വനിതാ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീമതി MD പുഷ്പ, കൺവീനർ ശ്രീമതി ഷീല സുന്ദരൻ. ഈ മുറ്റത്ത് വരുന്നതിന് പ്രേരകശക്തിയായ എനിക്ക് പ്രിയപ്പെട്ട ആദരണീയനായ പാണാവള്ളി ശ്രീ ഷാജി അരവിന്ദൻ തന്ത്രികൾ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, മേച്ചേരിയിൽ റജീം ക്ഷേത്ര ഭാരവാഹികളും എല്ലാം കൂടി വളരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ വൈക്കത്തിനടുത്തുള്ള മഴുവഞ്ചേരി ക്ഷേത്രത്തിൽ നമ്മുടെ ശിവപുരാണ യജ്ഞം നടക്കുമ്പോൾ അവിടെ എത്തുകയും ശിവപുരാണ യജ്ഞത്തിനാണ് ഇവിടേക്ക് ക്ഷണിച്ചത്. പിന്നീട് നിങ്ങൾ തന്നെ ഇത് സപ്താഹയജ്ഞമാക്കി മാറ്റുകയായിരുന്നു. മകരമാസം 1-ാം തീയതി തുടങ്ങി 5-ാം തീയതി പൂർത്തീകരിക്കുന്ന ശിവപുരാണം എന്ന് പറഞ്ഞപ്പോൾ മകരം 1-ാം തീയതി ഇന്നലെ ഓച്ചിറയിൽ ഭാഗവത സപ്താഹയജ്ഞം പൂർത്തീകരിക്കുകയാണ്. നമുക്ക് 2-ാം തീയതി മുതൽ ആകാം എന്ന് നിശ്ചയിച്ച് പിരിയുകയും പിന്നീട് ഫോണിലൂടെ നിങ്ങളുടെ എല്ലാം ആഗ്രഹം സപ്താഹം നടക്കണമെന്നാണ്. പരമശിവനെയും പാർവതി ദേവിയെയും കുറിച്ച് പിന്നെ കേൾക്കാം. ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിതമായ ഭാഗവത സപ്താഹയജ്ഞം കേട്ടിട്ട് നമുക്കതാകാം എന്നാ പറയുകയും 21-ാം തീയതി മുതൽ ഫെബ്രുവരി 2-ാം തീയതി വരെ മള്ളിയൂർ പൊന്നുതിരുമേനിയുടെ 105-ാമത്തെ പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന അഖില ഭാരത ഭാഗവത സത്രത്തിൽ ഇവിടുത്തേത് കഴിഞ്ഞ് പങ്കെടുക്കാമല്ലോ എന്ന സ്നേഹ ചിന്തയോടെയാണ് പോയതെങ്കിലും പിന്നീട് അത് സപ്താഹമായി മാറുകയായിരുന്നു. അതാണ് ഇച്ഛയെങ്കിൽ അങ്ങനെ ആകാം എന്ന് ചിന്തിക്കുകയും വെച്ചൂർ ക്ഷേത്രത്തിൽ നമ്മുടെ യജ്ഞം നടക്കുമ്പോൾ ഭാരവാഹികൾ വീണ്ടും വരികയും അവിടെ എനിക്ക് ശബ്ദത്തിലൂടെ വളരെ നേരത്തെ പരിചിതനായ, ഇപ്പോഴും ശബ്ദത്തിലൂടെ എന്നെ സ്വാഗതം ചെയ്ത ശ്രീ പ്രകാശനും ഒക്കെ കൂടി എത്തുകയും അവിടെ നടക്കുന്ന ചടങ്ങിൽ വെച്ച് ഇത് പ്രഖ്യാപിക്കുകയും ഇവരുമെല്ലാം ഓരോ വാക്കുകളൊക്കെ സംസാരിച്ചാണ് മടങ്ങുന്നത്.
ഇന്നലെ ഓച്ചിറയിലെ ഭാഗവത സപ്താഹയജ്ഞം പൂർത്തീകരിച്ച് ഞാനും എൻ്റെ കൂടെയുള്ള ശ്രീ വേലഞ്ചിറ മോഹൻദാസ്, ശ്രീ സുമേഷ് ചേർത്തല,